നമസ്കാരം. മനുഷ്യനിർമ്മിത ക്യാമറകൾ നിരത്തിൽ ആകെ സ്ഥാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ 726 ക്യാമറകൾ സ്ഥാപിച്ചു. നമ്മൾ ഇന്നലെ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തു. എല്ലാവർക്കും തൃപ്തിയായി. ഇപ്പോൾ നമ്മുടെ നിരത്തിൽ ഈ വാഹനങ്ങൾ പരിശോധിക്കാൻ നിൽക്കുന്ന പോലീസുകാർക്ക് ഹെൽമെറ്റ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ജോലി കൂടി ഉണ്ട്. അതെന്താണെന്നല്ലേ? അതായത് ആരെങ്കിലും വാഴക്കുലയായിട്ട് വണ്ടിയിൽ കയറി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. എങ്ങനെ? അതായത് ആരെങ്കിലും വാഴക്കുല ചാക്കിൽ കെട്ടിവെച്ച് യാത്ര ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും യാത്ര ചെയ്താൽ കൃത്യമായിട്ട് പരിശോധിക്കും, പിടി വീണിരിക്കും, പിഴ ഈടാക്കും എന്ന് വരെയാ കേൾക്കണേ. അപ്പോൾ വാഴക്കുല വണ്ടിയിൽ എന്താ കയറ്റാൻ പറ്റായിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൂടിയുണ്ടേ. അതായത് ഒരു വിദ്വാൻ ഇന്നലെ അയാൾക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ ഭാര്യ വീട്ടിൽ നിർത്തി. നിരത്തിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ വീട്ടിൽ ഹെൽമെറ്റ് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് വെച്ച് വേറൊരു ഹെൽമെറ്റ് വേറെ സംഘടിപ്പിച്ചു. അയാളൊരു ഹെൽമെറ്റ് അയാളുടെ തലയിൽ വെച്ചു, ബാക്കിലിരിക്കുന്ന കുട്ടിയുടെ തലയിൽ വേറൊരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തു. പിന്നെ ഇളയ കുട്ടിയെ കൊണ്ടുപോകണം, എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയാണെങ്കിൽ വേറൊരു മരണ വീട്ടിൽ പോയി, അവിടെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിൽ വേറെ ആരുമില്ല, കുട്ടിയെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്താനും പറ്റില്ല. എന്നാൽ പിന്നെ കുട്ടിയെ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? അടുത്ത ഒരു പച്ചക്കറി കടയിൽ ചെന്ന് ഒരു വാഴയുടെ ഒരു കായക്കുലയുടെ ഒരു തണ്ട് മേടിച്ചു, പഴക്കുലയുടെ ഒരു തണ്ട് മേടിച്ചു. ആ തണ്ട് ചാക്കിൽ കുട്ടിയെ ചാക്കിലേക്ക് കയറ്റി തണ്ട് മുകളിൽ വെച്ച് കെട്ടി ഈ കുട്ടിയെ വണ്ടിയുടെ ഫ്രണ്ടിൽ എടുത്ത് വെച്ചു, മുൻവശത്ത് എടുത്ത് വെച്ചു. 2 വീലറിൽ ഈ 3 പേരും കൂടി യാത്രയായി എന്നാണ് ഒരു വീഡിയോ നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടു, അത് വൈറലായി. പക്ഷെ അതൊന്നുമല്ല കുഴപ്പം. ഈ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് പിഴ കൊടുക്കാതെ, പിഴ ഈടാക്കാതെ ഇരിക്കാൻ വേണ്ടി ഇയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഈ വിദ്വാനും 2 കുട്ടികളും യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അത് വീഡിയോ ഇങ്ങനെ വൈറലായി, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളരെയധികം ആളുകൾ കണ്ടു. അതിന് അനുബന്ധമായിട്ട് ഒരുപാട് ട്രോളുകളും വന്നു. അപ്പോൾ നമ്മുടെ ഈ CPM സൈബർ കോമ്രേഡ് എന്ന് പറയുന്ന ഒരു സൈബർ വിങ് ഉണ്ടല്ലോ, അവരുടെ സ്വന്തം വിങ്, അവരിങ്ങനെ ട്രോളുകൾ വിടാൻ തുടങ്ങി. ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടിയോട് ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടൊരു താല്പര്യം ഉണ്ടെങ്കിൽ, തൻ്റെ കുട്ടിയോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ, കാരുണ്യവും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പിതാവ് ഇങ്ങനെ ചെയ്യുമോ? അത് ക്രൂരതയല്ലേ? ആരെങ്കിലും അങ്ങനെ ചെയ്യാമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വിധത്തിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടനായ അച്ഛൻ, ക്രൂരനായ അച്ഛൻ. അപ്പോൾ ഈ കമൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഇയാളെ ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചു? സർക്കാരിൻ്റെ 2 വീലറിൽ പോകുന്ന ഒരു കുടുംബം, സാധാരണ കുടുംബം 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും 2 കുട്ടികളും ഉണ്ടെങ്കിൽ 4 ഹെൽമെറ്റ് വയ്ക്കണം. ഇല്ലെങ്കിൽ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകണം. ഇതാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജു ഒക്കെ ഇത് തന്നെയാണ് പറയണേ. അപ്പം അദ്ദേഹം വേറൊരു കാര്യം കൂടി കടത്തി പറയുകയുണ്ടായി. അതായത് നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, കുട്ടികളുണ്ടാവാണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞതായിട്ടാണ് പുറത്ത് കേൾക്കണേ. അതായത് കല്യാണം കഴിച്ചോളൂ, പക്ഷേ കുട്ടികളുണ്ടാവാൻ നോക്കണം അത്രേ. അപ്പോൾ മന്ത്രി എത്ര കരുതലോടു കൂടിയാണ് സംസാരിക്കണമെന്ന് അറിയണം. പണ്ട് ഈ കുടുംബാസൂത്രണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നാം ഒന്ന് നമുക്കൊന്ന്, പിന്നീട് നാം ഒന്ന് നമുക്കൊന്നും വേണ്ട എന്നുള്ള മട്ടിലേക്കൊക്കെ കുടുംബാസൂത്രണത്തിൻ്റെ ക്യാപ്ഷനൊക്കെ വന്നു എന്നാണ് കേൾക്കണേ. ഇപ്പോൾ വീണ്ടും ആൻ്റണി രാജു സംസ്ഥാനത്തിൻ്റെ ഈ ജനബാഹുല്യം കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയെ കണക്കിലെടുത്ത് കുട്ടികൾ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയേക്കണമെന്നൊക്കെയാണ് കേൾക്കണത്. അത് ഇങ്ങനെ പിന്നാമ്പുറങ്ങളുള്ള സംസാരമാണ്. അത് എത്ര കണ്ട് ശരിയുണ്ടെന്നൊന്നും അറിയില്ല, എങ്കിലും അങ്ങനെ വളരെ സജീവമായിട്ടൊരു ചർച്ച നടക്കണ്ടേ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു കുട്ടിയെ ചാക്കിലിരുത്തി യാത്ര ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതേതാണ്ട് ഒരുപാട് ആളുകൾ കാണുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പിന്നീട് ഈ വീഡിയോ ചെയ്ത ആൾ തന്നെ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഞാൻ ഇതിനോട് പ്രതീകാത്മകമായ ഒരു സമരപരിപാടി, ഒരു പ്രതിഷേധ പരിപാടിയാണ് ഞാൻ സംഘടിപ്പിച്ചത്. അയാൾ അതിൻ്റെ ഷൂട്ട് ചെയ്ത് വിവിധ ദൃശ്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ കാണിക്കുകയുണ്ടായി. ചാക്കിൽ ആദ്യം ഒരു കായക്കൊലയുടെ തണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഒരു ചാക്ക് മേടിക്കുന്നു, ചാക്കിൽ കുട്ടിയെ ഇരുത്തുന്നതായിട്ട് കാണിക്കുന്നു, മീതെ ഈ കായക്കൊലയുടെ തണ്ട് വെച്ച് കെട്ടുന്നു, വണ്ടിയിൽ വയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഷൂട്ട് ചെയ്തു. അതൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് വീണ്ടും വീഡിയോയിൽ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഞാനിതിനോട് പ്രതീകാത്മകമായ, അതായത് ഇപ്പം നടപ്പിൽ വരുത്തിയിരിക്കുന്ന AI ക്യാമറ സ്ഥാപിച്ചത് വഴി സാധാരണ ജനത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോട് ഒരു സാധാരണ കുടുംബം എങ്ങനെ പ്രതിഷേധിക്കും എന്നതിന് അദ്ദേഹം പ്രതീകാത്മകമായിട്ടൊരു സമരപരിപാടി കാണിച്ചത് അത്രേ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയാണത്രേ.
പക്ഷേ ഇതിനിടയിൽ ഒരുപാട് സഖാക്കളും ആളുകളൊക്കെ രംഗത്തെത്തി കേട്ടോ. കാരണം മനുഷ്യാവകാശ ധ്വംസനമാണിത്, ബാലാവകാശ ധ്വംസനമാണിത് എന്നൊക്കെ പറഞ്ഞു. പാലക്കാട് 9ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികൾ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് പറയണത്. 9ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികളെ, പെൺകുട്ടികൾ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് പറയണേ. എവിടെ? ഉത്തരത്തിൻ്റെ മുകളിൽ. ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചാൽ പോലും അതിൻ്റെ മുകളിലേക്ക് കയ്യെത്താൻ പോലും അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഈ കുട്ടികൾ കെട്ടിത്തൂങ്ങി സ്വന്തം പ്രേരണയാൽ അവർ മരിക്കാൻ തീരുമാനിച്ച് അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയണേ. അപ്പോഴൊന്നും നമ്മൾ ഈ കോമ്രേഡ്സിനെ ഒന്നും കണ്ടിട്ടില്ല. ബാലാവകാശ നിയമപ്രകാരം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ പുറകിൽ ഇത്തരം ആളുകൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ കേസ് വന്നപ്പോൾ കണ്ടതേ. അവിടുത്തെ ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സംഘടനകളുടെ, ഇവരുടെ ഈ CPMൻ്റെ പോഷക സംഘടനയായ യുവജന പ്രസ്ഥാനത്തിൻ്റെ സഖാക്കൾ തന്നെയായിരുന്നു ആ കേസിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പോലീസ് അന്വേഷണ വിധേയമായി കണ്ടെത്തിയതൊക്കെ. അതുകൊണ്ട് അവിടെ യാതൊരു ബാലാവകാശ നിയമ ലംഘനങ്ങളും കണ്ടില്ല. ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു റൈഡ് നടക്കുകയുണ്ടായി. CPMൻ്റെ അദ്ദേഹം ചരമഗതി പ്രാപിച്ചു. CPMൻ്റെ പരമോന്നത നേതാവായ ഒരു നേതാവിൻ്റെ മകൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷൻ വണ്ടി വിളിച്ചാണ് ഓടിച്ചെല്ലുന്നുണ്ടായി. അവിടെ റൈഡ് നടത്തി ED ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കണ്ടായി, നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണ്, എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാണിക്കൂ, എന്താ കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാതിരുന്നേ, പാല് കൊടുക്കാതിരുന്നേ, എന്തുകൊണ്ട് പുറത്തേക്ക് വിട്ടില്ല, അകത്തുനിന്ന് പുറമേ നിന്ന് ആരും എന്തുകൊണ്ട് അകത്തേക്ക് വിട്ടില്ല എന്നൊക്കെ ചോദിച്ച് വലിയൊരു പുകിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്തേക്ക് ഉണർന്ന് പ്രവർത്തിക്കും. അത് എവിടെ ആയിരിക്കണം? അവശത അനുഭവിക്കുന്ന വിഭാഗത്തിൻ്റെ കൂടെ ഒന്നല്ല. ഏതെങ്കിലും തരത്തിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ, കാശും പണവും സ്വാധീനവും ഒക്കെ ഉള്ളവരുടെ കൂടെ ഈ കമ്മീഷനുകളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഏതാണ്ട് 25 കോടി രൂപ വച്ച് ദിനം പ്രതി ഖജനാവിലേക്ക് കിട്ടത്തക്ക രീതിയിൽ മനുഷ്യൻ്റെ യാത്രാ സൗകര്യങ്ങളുടെ സുരക്ഷയെ കണക്കിലെടുത്ത് വച്ചിട്ടുള്ള എന്നുള്ള വ്യാജേന, അല്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് അങ്ങനെയാണെങ്കിലും റോഡിൽ സാധാരണ മനുഷ്യൻ്റെ ഗതാഗതം സുഗമമായിരിക്കണം, സാധാരണ മനുഷ്യൻ്റെ ജീവൻ ഒരു കാരണവശാലും റോഡിൽ പൊലിയരുത്, അതുകൊണ്ട് അവർക്ക് സുരക്ഷാബോധം ഉളവാക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സുരക്ഷാ ക്യാമറകൾ, അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ, നിർമ്മിത ബുദ്ധി ക്യാമറകൾ കൊണ്ട് അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അത് തെറ്റിക്കുന്നവർക്ക് ചെറിയ ചെറിയ പിഴകളൊക്കെ ഈടാക്കും. ചെറിയ ചെറിയ പിഴകളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു അനുഭവത്തിൽപ്പെട്ടിടത്തോളം വലിയ വലിയ തുകകളാണത്. 1000 ഒക്കെയാണ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഈ പിഴകൾ അടച്ചാൽ ഒരു കാരണവശാലും കാശ് കയ്യിൽ നിന്ന് പോകുമല്ലോ എന്ന് കണക്കാക്കിയിട്ട് എല്ലാവരും നിയമം പാലിക്കുമെന്ന് തന്നെ പറയണേ. അതുകൊണ്ട് നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ല കാര്യം. ഇതുവഴി 25 കോടി രൂപ ഖജനാവിലേക്ക് ദിനം പ്രതി കിട്ടും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നൊരു കരക്കമ്പി. എന്തായാലും പിരിവ് ഊർജിതമായി തുടങ്ങി. ഈ പിരിവിൽ നിന്നും രക്ഷ നേടാനോ അല്ലെങ്കിൽ അതിനോട് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ വേണ്ടി ഇങ്ങനെ ഓരോരോ സമരമാർഗ്ഗങ്ങൾ, ചാക്കിൽ കുട്ടിയെ കെട്ടി യാത്ര ചെയ്യണമെന്നുള്ള സമരമാർഗ്ഗങ്ങളൊക്കെ ആളുകൾ ആവിഷ്കരിച്ച് തുടങ്ങി. ഒരു സർക്കാരിൻ്റെ വേണ്ടത്ര രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളോ ക്ലാസ്സുകളോ സംഘടിപ്പിക്കാതെ ഒരു നിയമം സമൂഹത്തിൽ നടപ്പാക്കുമ്പോൾ ഏതൊരു പൗരനും ഉണ്ടാകാവുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ പ്രതീകാത്മക സമരത്തെ നമുക്ക് കാണാൻ സാധിക്കൂ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണക്കാരൻ പിന്നെ എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ ഈ പ്രതികരണങ്ങളൊന്നും ഒരു കാരണവശാലും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടേ. ഈ സ്വാതന്ത്ര്യ നിഷേധം ഒരിക്കലും പാടില്ല. അവകാശ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഈ പൊതുനിരത്തുകളിൽ ക്യാമറ സ്ഥാപിച്ച് സാധാരണ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക, വാഹനങ്ങളുടെ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വളരെ പ്രോത്സാഹനജനകമായ കാര്യങ്ങളാണ്. പൊതുജനങ്ങൾ അതിനോട് സഹകരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിലല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് എന്ന് ഒരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ബോധവൽക്കരണ പരിപാടികൾ നടക്കട്ടെ. അതിനുശേഷം കൃത്യമായി നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ സന്നദ്ധരാവട്ടെ. നിയമങ്ങൾ പാലിക്കാത്തവരെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുപോകട്ടെ. അതിന് പിഴകൾ ചുമത്തട്ടെ, പിഴകൾ അടയ്ക്കട്ടെ. തീർച്ചയായിട്ടും ഇവിടെ നിയമം പാലിക്കാനുള്ളത് തന്നെയാണ്, അതിന് നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് സാധാരണക്കാരനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വലിയ വലിയ പിഴകളിലൂടെ ഖജനാവിന് കിട്ടുന്ന വരുമാനം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം ഭരണപരിഷ്കാര പരിപാടികൾ സർക്കാർ ആവിഷ്കരിക്കരുത് എന്നുള്ളത് തന്നെയാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പ്രതിഷേധവും പ്രതികരണവുമാണ് നമ്മൾ കുട്ടിയെ ചാക്കിൽ കെട്ടി യാത്ര ചെയ്ത എന്ന വീഡിയോയിലൂടെ കണ്ടത്. നന്ദി, നമസ്കാരം.